ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 20ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് രാജാവ് മരിക്കുന്നതാണ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പിയോട് സംസാരിച്ചു വരുന്ന മൊണാസ്ട്രി ഓഫ് നോളജ് ആൻഡ് ഒബീസിയൻസിലെ ആ വ്യക്തിയെയാണ്. ഫൂസി പോയതിന് ശേഷം പിയുടെ ഫാദർ തിരിച്ചു വന്നു. അത് നല്ല കാര്യമാണെന്ന് ആ വ്യക്തി പറയുമ്പോൾ പി ചോദിക്കുകയാണ്, ഞാൻ പല പ്രാവശ്യവും അത് അങ്ങയോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങ് ഇതുവരെയും അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് എൻ്റെ ഫാദർ ആ കടലിൽ തന്നെ എപ്പോഴും ബന്ധനസ്ഥതയിലായത്? അപ്പോൾ ആ വ്യക്തി പിക്ക് ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ഫൂസിയുടെ ശിഷ്യനായിട്ടുള്ള ഹാരോണെ കൊന്നു. ഫൂസിയുടെ പ്രിയപ്പെട്ട ശിഷ്യനായതുകൊണ്ട് തന്നെ ഫൂസി അതിൽ വളരെ ദേഷ്യത്തിലായി. ആ ഒരു ദേഷ്യം മൂലം ഷീലിംഗ് മുഴുവനും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഫൂസി ഇറങ്ങി തിരിച്ചു. അത് എതിർക്കുന്നതിന് വേണ്ടി പവർഫുള്ളായിട്ടുള്ള പലരും അതേപോലെ തന്നെ ഷീലിങ്ങും ഒറ്റക്കെട്ടായി നിന്നു. എന്നാൽ വെറും ഒരു സ്റ്റിക്ക് കൊണ്ട് പവർഫുള്ളായിട്ടുള്ള എല്ലാ കൾട്ടിവേറ്റേഴ്സിനെയും നിഷ്പ്രയാസം ഫൂസി കീഴടക്കി. അങ്ങനെയാണ് നിന്റെ ഫാദറിനും ആ കടലിലേക്ക് ഒളിച്ചോടേണ്ടി വന്നത്. അങ്ങനെ നിന്റെ ഫാദർ ഫൂസിയുടെ ആ സ്റ്റിക്ക് മൂലം കടലിൽ ബന്ധനസ്ഥതയിലായി. അത് കേട്ട് കഴിയുമ്പോൾ പി പറയുകയാണ്, ഫൂസിയുടെ ശക്തിയെ സമ്മതിക്കണം. വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള നല്ല കൾട്ടിവേറ്റർ ആയിട്ടുള്ള എൻ്റെ ഫാദർ പോലും ഫൂസിയുടെ മുമ്പിൽ നിഷ്പ്രയാസം പരാജയപ്പെട്ടു. അത് കേട്ട് കഴിയുമ്പോൾ ആ വ്യക്തി പി ഒന്ന് ശകാരിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയുടെ മാസ്റ്ററാണ് പിയുടെ ഫാദറായിട്ടുള്ള ആ വ്യക്തി. ഈ വ്യക്തി തന്നെ വളരെ പവർഫുള്ളാണെങ്കിൽ പിയുടെ ഫാദറിൻ്റെ കാര്യം പറയണ്ടല്ലോ. പിയുടെ ഫാദർ തിരിച്ചു വന്നത് നല്ല കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമാണോ എന്ന് പി ചോദിക്കുമ്പോൾ ആ വ്യക്തി അതിന് ഉത്തരം പറയാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നെ വീണ്ടും രാജാവിനെയും ഷിയാത്തിയ രാജ്ഞിയും ഒക്കെ കാണിക്കുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, രാജാവ് ഇതുവരെയും മരിച്ചിട്ടില്ല. സീരീസ് മുഴുവനായിട്ട് കണ്ടിട്ടല്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവുന്നത്. എന്തൊക്കെ വന്നാലും രാജാവ് ഇപ്പോൾ ഷിയാത്തിയ രാജ്ഞിയോട് തൻ്റെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് മുമ്പേ മരിച്ചു പോയവരെ കുറിച്ച് രാജാവ് ആദ്യം സംസാരിക്കുന്നു. അവസാനം ഫൂസിയും പോയി എന്ന് പറയുമ്പോൾ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി പറയുന്നുണ്ട്, ഫൂസി ഈ ലോകത്തിലുള്ളവനല്ല, പിന്നെന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത്? ജനറൽ മായും പുറത്ത് തന്നെ അതെല്ലാം കണ്ട് വിഷമിച്ച് മുട്ടൂത്തി നിൽക്കുന്നുണ്ട്. രാജാവ് അപ്പോൾ പറയുകയാണ്, നമ്മൾ ആര് തന്നെ ആയാലും ഒരു ദിവസം നമ്മൾ മരിക്കും, ഞാനും മരിക്കാൻ പോവുകയാണ്. നോൺസെൻസ് പറയല്ലേ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിനക്ക് അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട്. രാജാവ് അപ്പോൾ പറയുകയാണ്, നമ്മുടെ താങ് സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ദൈവമാണ്, യുദ്ധങ്ങളല്ല. എന്നാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട്, അവസാനം നമ്മുടെ താങ് സാമ്രാജ്യം തന്നെ വിജയിക്കും. മരിക്കുന്നതിൽ എനിക്ക് ഒരു ഖേദവുമില്ല, ഞാൻ വളരെ ഭാഗ്യവാനാണ്. എന്നാൽ ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, എനിക്ക് ഒരുപാട് ഖേദമുണ്ട്. ഞാൻ ഈ താങ് സാമ്രാജ്യത്തിലേക്ക് വരാൻ പാടില്ലായിരുന്നു, ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. നമ്മുടെ മകൻ വളർന്നു വരുന്നതുവരെയും നിന്റെ ജീവൻ നീട്ടാൻ എന്നെ കൊണ്ടായില്ല. രാജാവിനെയും ആ മകനെയും ജീവൻ നീട്ടിക്കൊടുത്ത് ഒരു പ്രാവശ്യം രക്ഷിച്ചത് ഷിയാത്തിയ രാജ്ഞിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഷിയാത്തിയ രാജ്ഞിക്ക് ഇപ്രാവശ്യം രാജാവിൻ്റെ ജീവൻ നീട്ടിക്കൊടുക്കാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഷിയാത്തിയ രാജ്ഞിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് രാജാവ് പറയുന്നത്, നീ വന്നില്ലായിരുന്നെങ്കിൽ, നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എനിക്കായിരിക്കും നഷ്ടമെന്നൊക്കെയാണ്. അതുകൂടാതെ അവളെ കണ്ടുമുട്ടിയതുകൊണ്ടാണ് തൻ്റെ ജീവിതം ഇത്രമാത്രം ഹാപ്പി ആയതെന്നും പറയുന്നു. അതിനുശേഷം ആ കുട്ടിയെ അടുത്ത് വിളിച്ച് പറയുകയാണ്, നല്ല കുട്ടിയായി ജീവിക്കണം, അമ്മയെ നല്ലവണ്ണം നോക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരനും രാജാവിൻ്റെ മറ്റൊരു മകനുമായിട്ടുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, അവർ നിങ്ങളോട് നല്ലവണ്ണം പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ അവരോടും നല്ലവണ്ണം പെരുമാറണം, അവരോട് ക്ഷമിക്കണം. ഷിയാത്തിയ രാജ്ഞി അതെല്ലാം സമ്മതിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ജനറൽ മായിനെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, നിനക്കെ വിശ്വസിക്കുന്ന നിന്നെ ഞാനും വിശ്വസിക്കുന്നു. എൻ്റെ അടുത്ത അധികാരിയായി ഷിയാത്തിയ രാജ്ഞിയുടെ മകനെ ഞാൻ നിയോഗിക്കുന്നു. അതുകൂടാതെ എൻ്റെ രാജ്യത്തിൻ്റെ സംരക്ഷകൻ നീയായിരിക്കണം. എൻ്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ടത് നീയാണ്. ജനറൽ മായ്ക്ക് സന്തോഷമാകുന്നുണ്ട്. ജനറൽ മാ പറയുകയാണ്, രാജാവ് പറയുന്ന എന്തും സന്തോഷത്തോടെ തന്നെ ഞാൻ ചെയ്യും, ജീവൻ തേച്ചുകൊണ്ടും അതിന് ഞാൻ തയ്യാറാകും. അതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്ന ഷിയാത്തിയ രാജ്ഞിയെ രാജാവ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഷിയാത്തിയ രാജ്ഞിയുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ രാജാവിന് ഓർമ്മ വരികയും ചെയ്യുന്നു. അതെല്ലാം ഓർത്തു കഴിഞ്ഞ് ഗുഡ് ബൈ പറഞ്ഞ് രാജാവ് മരിക്കുന്നു. പിന്നെ വീണ്ടും ഷിയാത്തിയ രാജ്ഞിയും ജനറൽ മായും എല്ലാവരും പൊട്ടിക്കരയുകയാണ്. ഇപ്രാവശ്യം രാജാവ് യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എഴുന്നേറ്റ് വരുമോ എന്നറിയില്ല. എക്സ്പ്ലെയിൻ ചെയ്യുന്നവരെയെങ്കിലും തെറ്റിക്കാതെ ഇപ്രാവശ്യമെങ്കിലും അയാൾ മരിച്ചാൽ മതിയായിരുന്നു. മകൻ ഒരുപാട് തട്ടി വിളിച്ച് പൊട്ടിക്കരഞ്ഞിട്ടും രാജാവ് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. ഈ വിവരം വൈകാതെ രാജകൊട്ടാരത്തിലും എത്തുന്നു. രഹസ്യമായി ആ സന്ദേശം നോക്കുന്നത് ലിയു രാജ്ഞിയാണ്.
അത് വായിച്ച് ഞെട്ടി പൊട്ടിക്കരയുകയാണ് ലിയു രാജ്ഞി. അധികാരത്തിന് വേണ്ടി വെറി പിടിക്കുന്നുണ്ടെങ്കിലും ഫാദറിനോട് അല്പമൊക്കെ സ്നേഹമുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ അത് വായിച്ച ഉടനെ തന്നെ കത്തിച്ചു കളയുകയാണ് ലിയു രാജ്ഞി. ഒരുപക്ഷെ അടുത്ത രാജാവ് ആരാണെന്നുള്ള കാര്യം അതിലും പറഞ്ഞിട്ടുണ്ടാകണം. പിന്നെ കാണിക്കുന്നത് നേരെ ലിയു രാജ്ഞി താങ് അഡ്വൈസറിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. കാര്യം പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മിങ്ചിയെയും മറ്റുള്ളവരെയും പുറത്താക്കുന്നുണ്ട്. അതിനുശേഷമാണ് രാജാവ് മരിച്ചെന്ന കാര്യം താങ് അഡ്വൈസറിനെ അറിയുന്നത്. അത് കേട്ട് ഞെട്ടി ഒരുപാട് ചുമച്ച് ചോര തുപ്പി വീഴാൻ പോവുകയാണ് താങ് അഡ്വൈസർ. വീണുപോയെങ്കിലും വലിയ ആഘാതമൊന്നും ഉണ്ടാക്കാതെ താങ് അഡ്വൈസറിനെ ലിയു രാജ്ഞി പിടിച്ചു. അതിനുശേഷം താങ് അഡ്വൈസർ പറയുകയാണ്, ഫോസിക്ക് പുറകെ രാജാവും മരിച്ചിരിക്കുന്നു. വലിയൊരു ദുരന്തത്തിലൂടെ താങ് സാമ്രാജ്യം ഇല്ലാതാകാൻ പോവുകയാണോ? എന്നിട്ടും അതൊക്കെ കേട്ട് വളരെ ധൈര്യത്തോടെ എഴുന്നേറ്റ് നിന്ന് ലിയു രാജ്ഞി പറയുകയാണ്, വിഷമിക്കേണ്ട, അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. എന്താണെന്ന് ചോദിക്കുമ്പോൾ ലിയു രാജ്ഞി പറയുകയാണ്, രാജാവ് അടുത്ത കിരീടാവകാശിയായി നിയോഗിച്ചിരിക്കുന്നത് ആരെയാണെന്ന് എനിക്കറിയണം. അടുത്ത രാജാവ് ആരാണെന്നുള്ള കാര്യം വർഷങ്ങൾക്ക് മുമ്പേ രാജാവ് സ്ക്രോളുകളിലാക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. അത് ഇവിടെയാണെന്ന് ഷിയാത്തിയ രാജ്ഞിക്ക് നല്ലവണ്ണം അറിയാം. എന്തിനാണ് താൻ അത് നിന്നോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ലിയു രാജ്ഞി പറയുന്നത് തനിക്കതിനുള്ള അവകാശമുണ്ടെന്നൊക്കെയാണ്. അപ്പോൾ താങ് അഡ്വൈസർ പറയുന്നുണ്ട്, ഷിയാത്തിയ രാജ്ഞിയുടെ മകനും ആ അധികാരമുണ്ടല്ലോ എന്ന്. എന്നാൽ തനിക്കാണ് ഏറ്റവും യോഗ്യത. ഷിയാത്തിയ രാജ്ഞി ഡിമോണിക് കൾട്ട് ഫോളോ ചെയ്യുന്നവരാണ്, അവരുടേത് പ്യുവർ ബ്ലഡ് അല്ല, അതുകൊണ്ട് അവർക്ക് അധികാരമൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും പുറത്ത് രാജാവിൻ്റെ സഹോദരൻ കുതിരപ്പുറത്ത് അവിടെ എത്തിയിരിക്കുന്നതായി കാണിക്കുന്നു. പിന്നെ കാണിക്കുന്നത് താങ് അഡ്വൈസർ ആ രാജ്ഞിക്ക് കൊടുക്കുന്നതാണ്. കാരണം ലിയു രാജ്ഞി പറഞ്ഞിരുന്നു, ഇവിടുത്തെ താങ് അഡ്വൈസറാണ് നിങ്ങൾ, അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കേണ്ട സമയമായിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് ഞങ്ങളെ കാണിച്ചേ മതിയാകൂ. എന്നാൽ അത് വായിച്ച് ലിയു രാജ്ഞി വളരെ ദേഷ്യത്തിലാകുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ താങ് അഡ്വൈസർ പറയുകയാണ്, രാജാവ് ഈ തീരുമാനം വർഷങ്ങൾക്ക് മുമ്പേ എടുത്തതാണ്. ലിയു രാജ്ഞി ദേഷ്യത്തോടെ അപ്പോൾ ചോദിക്കുകയാണ്, ഇത് മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ലിയു രാജ്ഞി പറയുകയാണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടതെല്ലാം തന്നെ ഞാൻ തരാം. താങ് അഡ്വൈസറിന് അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും ദേഷ്യമാവുന്നുണ്ട്. ദേഷ്യത്തോടെ അയാൾ പറയുകയാണ്, താങ് സാമ്രാജ്യം ദീർഘനാൾ നിലനിൽക്കണം, അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം, ഇത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അതിന് നിനക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ലിയു രാജ്ഞി അതിന് എന്തുത്തരമാണ് പറയുന്നതെന്ന് കാണിക്കുന്നില്ല. പിന്നെ ലിയു രാജ്ഞി പുറത്തിറങ്ങുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴാണ് മറ്റൊരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയെന്ന് എനിക്ക് മനസ്സിലായത്. പുറത്തു വന്നത് രാജാവിൻ്റെ സഹോദരനല്ലായിരുന്നു, ലിയു രാജ്ഞിയെ ഇഷ്ടപ്പെടുന്ന മറ്റേ പട്ടാളക്കാരനായിരുന്നു. അയാളെ കാണുമ്പോൾ തന്നെ ലിയു രാജ്ഞി വളരെ സോപ്പിടുന്ന രീതിയിലാണ് അയാളോട് സംസാരിക്കുന്നത്. തണുപ്പ് കൂടി വരികയാണ്, നീ നിന്നെ തന്നെ നല്ലവണ്ണം കെയർ ചെയ്യണം എന്നൊക്കെ പറയുന്നു. അപ്പോഴും അയാൾ തൻ്റെ ഖേദം പ്രകടിപ്പിക്കുന്നത് താൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ ലിയു രാജ്ഞിയെ സഹായിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ്. ആ ഒരു ഉത്തരം തന്നെയായിരുന്നു ലിയു രാജ്ഞിയും പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ലിയു രാജ്ഞി പറയുകയാണ്, നിനക്ക് അങ്ങനെ ഒരു ഖേദമുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു അവസരമാണിത്. നിനക്ക് മാത്രമേ ഇതിൽ എന്നെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ, കാരണം വേറെ ആരെയും ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സന്തോഷത്തോടെ അയാൾ പറയുകയാണ്, ലിയു രാജ്ഞിക്ക് വേണ്ടി എന്തും തന്നെ ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. ലിയു രാജ്ഞിയെ വിവാഹം കഴിക്കാൻ ഇയാൾ നല്ലവണ്ണം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്ഞിയെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലിയു രാജ്ഞി അപ്പോൾ പറയുകയാണ്, വലിയൊരു കാര്യം ഉടനെ തന്നെ ഇവിടെ നടക്കും, അതുകൊണ്ട് രാജകുമാരൻ്റെ മേൽ നിനക്കൊരു കണ്ണ് വേണം. ലിയു രാജ്ഞിയുടെ സഹോദരനെ കുറിച്ച് തന്നെയായിരിക്കണം ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഒളിച്ചു നിന്ന് മിങ്ചി കേൾക്കുന്നുണ്ടായിരുന്നു. മിങ്ചി നേരെ താങ് അഡ്വൈസറിൻ്റെ അടുത്തേക്കായിരുന്നു വന്നത്. താങ് അഡ്വൈസർ അവിടെ വിഷമിച്ചിരിക്കുകയായിരുന്നു. മിങ്ചി താങ് അഡ്വൈസറിന് മെഡിസിൻ കൊടുക്കാൻ ഒരുങ്ങുന്നു. താങ് അഡ്വൈസർ അപ്പോൾ വിഷമത്തോടെ പറയുകയാണ്, ഈയിടെയായിട്ട് കുറേ ആളുകളാണ് ഇവിടെ മരിച്ചു വീണത്, ഇതൊക്കെ ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മിങ്ചി അപ്പോൾ പറയുകയാണ്, അതെന്ത് തന്നെയും ആകട്ടെ, നമ്മൾ എന്ത് വില കൊടുത്തും നമ്മുടെ ക്യാപിറ്റലിനെ സംരക്ഷിക്കണം. അതിന് ആദ്യമേ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. വീണ്ടും കറങ്ങി തിരിഞ്ഞ് മിങ്ചി അവിടെ തന്നെ എത്തി. ഇതേ സമയം തന്നെ തൻ്റെ സഹോദരനെ അന്വേഷിച്ചു വരുന്ന ലിയു രാജ്ഞിയെയും കാണിക്കുന്നുണ്ട്. അവിടെയുള്ള സേവകന്മാർക്ക് ആർക്കും തന്നെ അവൻ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ അവനെ വിളിച്ചു വരുത്താൻ ആളുകൾ വിടുന്നു. ഇതേ സമയം തന്നെ താങ് അഡ്വൈസറിന് എന്തൊക്കെയോ സംശയം തോന്നി മിങ്ചിയോട് ചോദിക്കുകയാണ്, നീ കിൻഹെ സ്റ്റേറ്റിൽ നിന്നുള്ളതാണെന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? കള്ള ലക്ഷണത്തോടെ മിങ്ചി അപ്പോൾ അവൻ്റെ കള്ളക്കഥ വീണ്ടും ആവർത്തിക്കുകയാണ്. അതെ, ഞാൻ ആ സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഉള്ളതാണ്. എന്നാൽ അറിയാതെ തന്നെ അർദ്ധസത്യങ്ങളും അവൻ പറയുന്നുണ്ട്. കാരണം നുണ പറഞ്ഞാൽ താങ് അഡ്വൈസറിന് മനസ്സിലാകും എന്ന് കരുതിയായിരിക്കണം. എന്നാൽ അവൻ്റെ പരമ്പര ഏതാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ താങ് അഡ്വൈസർ ചോദിക്കുകയാണ്, ഷീലിംഗ് ഹൈ ഒഫീഷ്യൽസിനെ ഒക്കെ സെലക്ട് ചെയ്യുന്നത് അവിടെ നിന്നല്ലേ? അത് കേട്ട് കഴിയുമ്പോൾ മിങ്ചി അല്പം പേടിച്ചു പോകുമെങ്കിലും ധൈര്യം സംഭരിച്ച് അതേ എന്ന് പറയുന്നു. താങ് അഡ്വൈസർ അത് കേട്ട് പറയുകയാണ്, അങ്ങനെയെങ്കിൽ ഉറപ്പാണ്, ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു ഒഫീഷ്യലിൻ്റെ മകനായിരിക്കും നീ. അതുകൊണ്ടാണ് ഈ ഫോർമേഷനിൽ നിനക്ക് ഇത്രയ്ക്കും ഇൻട്രസ്റ്റ്. പക്ഷേ നിന്റെ മനസ്സിലിരിപ്പ് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല.
നിർഭാഗ്യവശാൽ അത് നിങ്കയ്ക്ക് കൈമാറിയിരിക്കുന്നു. ആ ഫോർമേഷൻ്റെ കീ നിനക്ക് സ്വന്തമാക്കാൻ സാധിക്കില്ല. അതാണല്ലോ നിന്റെ ലക്ഷ്യം. എന്നിട്ടും ഒന്നും മനസ്സിലാവാത്തവനെ പോലെ അവൻ്റെ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു മിങ്ചി. അതിനുശേഷമാണ് രാജാവ് മരിച്ച വാർത്ത രാജാവിൻ്റെ സഹോദരനും അറിയുന്നതായി കാണിക്കുന്നത്. അത് കേട്ട് രാജാവിൻ്റെ സഹോദരന് വിഷമമാകുന്നുണ്ട്. അത് അഭിനയിക്കുന്നതായിരിക്കുമെന്നാണ് തോന്നുന്നത്. ആ വാർത്ത അറിയിച്ച വ്യക്തി തുടർന്ന് പറയുകയാണ്, ഈ വാർത്ത ലിയുരാജ്ഞി കുറച്ച് നേരത്തെ അറിഞ്ഞിരുന്നു. വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ താങ്ങഡ്യൂസറിൻ്റെ അടുത്തേക്കാണ് അവൾ പോയത്. അടുത്ത അവകാശി ആരാവും എന്നതിൽ ഒരു അട്ടിമറി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് നാളെ തന്നെ അവൾ പ്രഖ്യാപിക്കും അടുത്ത അവകാശി ആരാണെന്നുള്ള കാര്യം. അത് അവളുടെ സഹോദരൻ തന്നെ ആയിരിക്കും. രാജാവ് ആരെയാണോ അവകാശിയായി തിരഞ്ഞെടുത്തത് അതിൽ ഒരു കാര്യവുമില്ല. ആദ്യം അവസരം മുതലെടുത്ത് പ്രവർത്തിക്കുന്നത് ആരാണോ അവനായിരിക്കും അവകാശി. ബാക്കിയുള്ളവർക്കാകട്ടെ ആ വ്യക്തിയുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടിയും വരും. ഇനി ഞാനായിരിക്കും താങ്ങിൻ്റെ അടുത്ത അവകാശി. മിങ്ചി ഇതേ സമയം തൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് താങ്ങഡ്യൂസറിൻ്റെ മുമ്പിൽ ഒരു പാവത്താനെ പോലെ മുട്ടുകൂത്തി എന്ന് പറയുകയാണ്. എന്നെ അങ്ങ് മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താത്തത്? അപ്പോൾ താങ്ങഡ്യൂസർ പറയുകയാണ്, കാരണം നീ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ശിഷ്യനാണ്. അതുപോലെ തന്നെ ലിയുരാജ്ഞിക്കും ഞാൻ വാക്ക് കൊടുത്തിരുന്നു നിന്നെ വെളിപ്പെടുത്തില്ല എന്ന്. കാരണം വേറൊന്നുമല്ല, താങ് സാമ്രാജ്യത്തിൻ്റെ സംരക്ഷണമാണ് എനിക്ക് മുഖ്യം. അതുകൊണ്ട് ഞാൻ ലിയുരാജ്ഞിയുടെ കൂടെ നിൽക്കുന്നു. എല്ലാ കൾട്ടിവേറ്റേഴ്സും പറയുന്നത് ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ അത്രയ്ക്കും പവർഫുൾ ആണെന്നാണ്. എന്നാൽ പവർഫുൾ ആയിട്ടുള്ളത് ഫൂസി മാത്രമാണ്. മിങ്ചി പറയുകയാണ്, ആ ഫൂസി പോലും പ്രകാശത്തിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടില്ലേ? ഫൂസി ഇല്ലാതെ ഒറ്റയ്ക്ക് താങ് സാമ്രാജ്യത്തിന് ലോകം മുഴുവനോടുമായി നേരിടാൻ സാധിക്കില്ല. താങ്ങഡ്യൂസർ അപ്പോൾ വിഷമത്തോടെ പറയുകയാണ്, എല്ലാം ദൈവനിശ്ചയമാണ്. ദൈവം കനിഞ്ഞാൽ മാത്രമേ താങ് സാമ്രാജ്യത്തിന് ഇനി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെ വന്നാലും ലിയുരാജ്ഞിയുടെ സഹോദരന് നീ കൊടുത്ത വാക്ക് പാലിക്കാതിരിക്കരുത്. അതെല്ലാം അവന് വേണ്ടി നീ ഭംഗിയായി ചെയ്തു കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. അധികം രക്തച്ചൊരിച്ചിലുകൾ ഇവിടെ ഉണ്ടാവാൻ ഇടയാക്കരുത്. മിങ്ചിക്കാകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള വിഷമം തന്നെയാണ് ഉണ്ടാവുന്നതെന്നാണ് തോന്നുന്നത്. താണുവണങ്ങി അവൻ താങ്ങഡ്യൂസറിന് വാക്ക് കൊടുക്കുന്നു. അപ്പോഴേക്കും താങ്ങഡ്യൂസറും ഒന്ന് മയങ്ങി വീഴുന്നുണ്ട്. ഇനി അയാൾ മരിച്ചതാണോ എന്നറിയില്ല. പിന്നെ കാണിക്കുന്നത് എന്തൊക്കെയോ വലിയ പദ്ധതികൾ വിഭാവന ചെയ്യുന്ന രാജാവിൻ്റെ സഹോദരനെയാണ്. ഗുണ്ടകളെ പോലെയുള്ള അവരോട് രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, ഞാൻ രാജാവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മുതൽ ഒളിച്ചും പാത്തുമൊക്കെ ജീവിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ പേരുകൾ എന്നേക്കുമായി ഓർമ്മിക്കപ്പെടും. ശേഷം അവൻ്റെ വാളെടുത്തുകൊണ്ട് പറയുകയാണ്, എൻ്റെ എതിരാളികളെ എല്ലാവരെയും ഇന്ന് ഞാൻ ഉച്ചാടനം ചെയ്യും. അവരെല്ലാവരും അതെല്ലാം കേട്ട് നല്ല സ്പിരിറ്റോടു കൂടി വിധേയത്വം പ്രകടിപ്പിക്കുന്നു. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ലിയുരാജ്ഞി അവളുടെ സഹോദരനെ വിളിച്ചു വരുത്തിയത്. അവനെ നോക്കിക്കൊള്ളണം, അവനെ സംരക്ഷിച്ചോളണമെന്ന് അവളുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനോട് അങ്ങനെ പറഞ്ഞതും അതുകൊണ്ടായിരിക്കണം. അതിനുശേഷം കാണിക്കുന്നത് ലിയുരാജ്ഞിയുടെ ഉത്തരവ് പ്രകാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഷണ്ടനും കുറച്ച് പട്ടാളക്കാരും ഏതോ ഒരു സ്ഥലത്ത് അതിക്രമിച്ച് കയറുന്നതാണ് കാണിക്കുന്നത്. ലിയുരാജ്ഞി ഇതേ സമയം ഒരു രാജശാസനം വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ അത് അവൾ കൃത്രിമമായി അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു. അവളുടെ സഹോദരനെ അടുത്ത രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജശാസനയായിരുന്നു അത്. എന്നാൽ ലിയുരാജ്ഞിയുടെ സഹോദരനെ അന്വേഷിക്കാൻ പോയ വ്യക്തി തിരിച്ചു വന്നിട്ട് പറയുകയാണ്, അവൻ അവിടെ എങ്ങും ഇല്ല. അപ്പോൾ വളരെ ആകുലതയോടെ അയാളോട് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും തൻ്റെ സഹോദരനെ അന്വേഷിക്കുന്നതിന് വേണ്ടി അവൾ പറഞ്ഞു വിടുന്നു. ഷണ്ടനെയും ആ പട്ടാളക്കാരെയും ആകട്ടെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരുടെ മറ്റൊരു തലവൻ തടഞ്ഞു നിർത്തി ചോദിക്കുകയാണ്, നിങ്ങളെന്താണ് ഇവിടെ? ലിയുരാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ അവിടെ വന്നതെന്ന് അവർ പറയുന്നു. ഇതേ സമയം തന്നെ ലിയുരാജ്ഞി വിട്ട എല്ലാ ആളുകളും തിരിച്ചു വന്നിട്ട് പറയുകയാണ്, പല സ്ഥലങ്ങളിലും ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ അവനെ കണ്ടെത്താനായില്ല. മറ്റേ സ്ഥലത്ത് പട്ടാളക്കാരുടെ തലവനായിട്ടുള്ള ആ വ്യക്തി ഷണ്ടനോടും ആ പട്ടാളക്കാരോടുമായിട്ട് ചോദിക്കുകയാണ്, ഞാൻ പോലും അറിയാതെ രാജ്ഞി അങ്ങനെ ഉത്തരവിട്ടുന്നോ? ഷണ്ടൻ അപ്പോൾ പതുക്കെ പേടിച്ച് പുറകിലോട്ട് വലിഞ്ഞുകൊണ്ട് പട്ടാളക്കാരെ ആ കമാൻഡറിൻ്റെ നേരെ വിടുന്നു. പിന്നെ ആ പട്ടാളക്കാരും കമാൻഡറുമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റ് തന്നെ നടക്കുന്നു. എന്നാൽ ആ പട്ടാളക്കാരെയെല്ലാം കമാൻഡർ നിഷ്പ്രയാസം അടിച്ചു വീഴ്ത്തുന്നുണ്ടായിരുന്നു. ഷണ്ടനാകട്ടെ ഇതേ സമയം ഓടിയും രക്ഷപ്പെട്ടിരുന്നു. പിന്നെയാണ് ലിയുരാജ്ഞിയുടെ സഹോദരനെ കാണിക്കുന്നത്. പെണ്ണുങ്ങളുമായിട്ട് കണ്ണു പൊത്തി കളിക്കുകയായിരുന്നു അവൻ. സേവകന്മാരായിട്ടുള്ള പെണ്ണുങ്ങളുടെ കൂടെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കുറെ പട്ടാളക്കാരെ അവിടെ കണ്ടു കഴിയുമ്പോൾ സേവകന്മാർ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കണ്ണു പൊത്തിയിരിക്കുകയായിരുന്ന ലിയുരാജ്ഞിയുടെ സഹോദരൻ അത് മനസ്സിലാക്കിയില്ല. അവരെ ചെന്നാണ് അവൻ കയറി പിടിച്ചത്. കണ്ണു പൊത്തിയ തുണി ഊരി അവർ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവർ അവനെ പൊക്കിക്കൊണ്ടു പോയിട്ടുണ്ടായിരുന്നു. എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പോഴേക്കും നേരത്തെ കുറെ പട്ടാളക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ കമാൻഡർ ലിയുരാജ്ഞിയുടെ അടുത്തെത്തി പറയുകയാണ്, കുറച്ചു പേർ ഇവിടെ അതിക്രമിച്ച് കയറിയിരുന്നു, ഷണ്ടനും കുറച്ച് ആളുകളും. അപ്പോഴാണ് മനസ്സിലാവുന്നത് ലിയുരാജ്ഞിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല അവരങ്ങോട്ട് വന്നത്. ഒരുപക്ഷെ ലിയുരാജ്ഞിയുടെ സഹോദരനെ വകവരുത്താനുള്ള രാജാവിൻ്റെ സഹോദരൻ്റെ കളിയായിരിക്കാം അത്. ആ കമാൻഡർ തുടർന്ന് പറയുകയാണ്, അവർ കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നു പട്ടാളക്കാരുടെ വേഷത്തിൽ വന്നത്.
2-3 ആളുകൾ അതിൽ രക്ഷപ്പെട്ടും പോയി. ബാക്കിയുള്ളവരെ ഞങ്ങൾ കീഴടക്കി. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ലിയു രാജ്ഞിക്ക് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എത്ര ആളുകളാണ് നുഴഞ്ഞു കയറിയതെന്ന് അറിയില്ല. എല്ലാ ഗാർഡ്സിനും ഞാൻ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിയു രാജ്ഞി തൻ്റെ സഹോദരനെ കുറിച്ച് ഓർത്താണ് ആകുലപ്പെടുന്നത്. അപ്പോഴേക്കും മറ്റൊരു സേവകൻ ഓടി വന്ന് ലിയു രാജ്ഞിയുടെ അടുത്ത് പറയുകയാണ്, നമ്മുടെ രാജകുമാരനെ കൊലപാതകികൾ തട്ടിക്കൊണ്ടുപോയി. നുഴഞ്ഞു കയറിയ കൾട്ടിവേറ്റേഴ്സിനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അത് കേട്ട് ലിയു രാജ്ഞി ഞെട്ടുന്നു. ഉടനെ തന്നെ കമാൻഡറിനോട് ലിയു രാജ്ഞി ഉത്തരവിടുകയാണ്, എന്ത് വില കൊടുത്തും എൻ്റെ സഹോദരനെ കണ്ടുപിടിക്കണം. ആ ഉത്തരവ് ഉടനെ തന്നെ പുറപ്പെടുവിക്കൂ. ലിയു രാജ്ഞിയുടെ സഹോദരനാകട്ടെ അകപ്പെട്ടത് രാജാവിൻ്റെ സഹോദരൻ പറഞ്ഞു വിട്ട ആളുടെ അടുത്തായിരുന്നു. വായ മൂടിയിരിക്കുന്ന തുണി ഊരിക്കഴിയുമ്പോൾ തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് എന്നെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്? നിങ്ങൾ ആരാണെന്നൊക്കെ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, നീ ആരാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീ തേർഡ് പ്രിൻസ് അല്ലേ? നിന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവൻ പറയുകയാണ്, എന്നെ കൊന്നാൽ എൻ്റെ സഹോദരി നിങ്ങളെ കൊല്ലും. അയാൾ പറയുകയാണ്, അതിന് ആദ്യം അവൾ രക്ഷപ്പെടണ്ടേ? കുറേ ആളുകളെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ലിയു രാജ്ഞിയെ കൂടി ടാർഗറ്റ് ചെയ്തായിരുന്നു കുറേ ആളുകളെ അങ്ങോട്ട് വിട്ടത്. എന്നാൽ ലിയു രാജ്ഞിയെ പിടിക്കാനായിട്ടില്ല എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. ഇപ്പോൾ തൻ്റെ അനുയായികളുടെ കൂടെ കുതിരപ്പുറത്ത് കയറി വരുന്ന രാജാവിൻ്റെ സഹോദരനെ തടയുന്ന ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനെയും അതുപോലെ തന്നെ അവൻ്റെ കീഴിലുള്ള കുറേ പട്ടാളക്കാരെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ രാജാവിൻ്റെ സഹോദരൻ പറയുകയാണ്, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നിനക്ക് അറിയാമല്ലോ. നീ ഉചിതമായിട്ടുള്ള തീരുമാനമാണ് എടുക്കേണ്ടത്. താൻ ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെയാണ് എടുക്കുന്നതെന്ന് ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരനും പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ രാജാവിൻ്റെ സഹോദരൻ തൻ്റെ അനുയായികളോട് അവരെ അറ്റാക്ക് ചെയ്യാൻ ഉത്തരവിടുന്നു. പിന്നെ അവിടെ അവർ തമ്മിലുള്ള ശക്തമായിട്ടുള്ള ഫൈറ്റാണ്. ഇതേ സമയം തന്നെ ലിയു രാജ്ഞി വിട്ട ആ കമാൻഡറും അവൻ്റെ പട്ടാളവും ലിയു രാജ്ഞിയുടെ സഹോദരൻ ബന്ധനസ്ഥതയിലായിരിക്കുന്ന സ്ഥലത്ത് എത്തുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും അവനെ പിടിച്ചു വെച്ചിരിക്കുന്ന പട്ടാളക്കാരൻ അവൻ്റെ കഴുത്തിൽ വാളും വെച്ചിരുന്നു. ആ കമാൻഡർ പറയുകയാണ്, നിനക്ക് മരിക്കാതിരിക്കണമെങ്കിൽ അവനെ വെറുതെ വിടണം. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഇവനെ വെറുതെ വിടണമെങ്കിൽ ലിയു രാജ്ഞി ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം ഒറ്റയ്ക്ക്. അയാൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ്റെ മുഖത്ത് തട്ടിക്കഴിയുമ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരനും പേടിച്ചു പറയുകയാണ്, പറഞ്ഞത് കേട്ടില്ലേ? ഉടനെ തന്നെ എൻ്റെ സഹോദരിയെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അതും ഒറ്റയ്ക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അവർ ഒന്നും മടിക്കുമെങ്കിലും ആ വ്യക്തി കൂടുതൽ വാള് അവൻ്റെ കഴുത്തിലേക്ക് അടുപ്പിക്കുന്നത് കാണുമ്പോൾ ലിയു രാജ്ഞിയുടെ സഹോദരൻ തന്നെ പേടിച്ച് ഉച്ചത്തിൽ പല പ്രാവശ്യവും അവൻ പറയുന്നത് കേൾക്കുക എന്ന് പറയുന്നു. വേറെ നിവൃത്തിയില്ലാതെ ആ പട്ടാളക്കാർക്ക് അവിടുന്ന് പോകേണ്ടി വന്നു. അവർ പുറത്തിറങ്ങിയപ്പോഴേക്കും ലിയു രാജ്ഞി അവിടെ എത്തിയിരുന്നു. സൂക്ഷിക്കാൻ പറഞ്ഞിട്ടാണ് ആ കമാൻഡർ ലിയു രാജ്ഞിയെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. അകത്തേക്ക് കയറി കഴിയുമ്പോൾ തന്നെ ലിയു രാജ്ഞി അവനെ വെറുതെ വിടാൻ പറയുന്നു. ആ വ്യക്തി പറയുകയാണ്, അടുത്ത കിരീടാവകാശിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള രാജാവിൻ്റെ ഉത്തരവ് തന്നാൽ മാത്രമേ ഇവനെ വെറുതെ വിടുകയുള്ളൂ. ലിയു രാജ്ഞി ആദ്യം ഒന്ന് മടിക്കുമെങ്കിലും മുന്നത്തേതുപോലെ തന്നെ ലിയു രാജ്ഞിയുടെ സഹോദരനെ കൊണ്ട് ആ വ്യക്തി അത് പറയിപ്പിക്കുന്നു. വേറെ നിവൃത്തിയില്ലാതെ ആ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം ആ രാജശാസനം നിലത്ത് വെക്കുകയാണ് ലിയു രാജ്ഞി. ഇതേ സമയം തന്നെ ആ വ്യക്തിയെ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ കമാൻഡർ പുറത്ത് നിന്ന് എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് നിന്ന് ക്ലിയർ ആയിട്ട് കാണുന്നില്ല എങ്കിലും ഷാഡോ പോലെ വ്യക്തികളെ കാണാൻ സാധിക്കും. ആ വ്യക്തി കുനിഞ്ഞ് അത് എടുക്കാനൊരുങ്ങിയപ്പോഴേക്കും കമാൻഡർ അമ്പെയ്തിരുന്നു. അത് കൃത്യം ആ വ്യക്തിയുടെ ചങ്കിൽ തന്നെ തറച്ചു കയറി. ഓൺ ദ സ്പോട്ടിൽ ആ വ്യക്തി അവിടെ മരിച്ചു വീഴുകയാണ്. ഉടനെ തന്നെ ആകാശത്ത് ഒരു അമിട്ട് പൊട്ടുകയാണ്. അതിന് വെള്ള നിറമായിരുന്നു. രാജാവിൻ്റെ സഹോദരൻ ആദ്യം അത് കണ്ട് സന്തോഷിച്ചു. എന്നാൽ വെള്ള നിറമാണെന്ന് കണ്ടപ്പോൾ അവൻ വിഷമിച്ചു. കാരണം അവർ പ്ലാൻ ചെയ്തതിന് പ്രകാരം ചുവപ്പ് അമിട്ടാണ് പൊട്ടുന്നതെങ്കിൽ അവർ അവരുടെ പദ്ധതിയിൽ വിജയിച്ചു. മറിച്ച് വെള്ള അമിട്ടാണ് പൊട്ടുന്നതെങ്കിൽ അവരുടെ പ്ലാൻ പാളിസായി. അതുകൊണ്ടാണ് അത് കണ്ട് രാജാവിൻ്റെ സഹോദരൻ ഒരുപാട് വിഷമത്തിലായത്. ഉടനെ തന്നെ അവൻ എല്ലാവരോടും പിൻവാങ്ങാൻ ഉത്തരവിടുകയാണ്. ലിയു രാജ്ഞിയുടെ പ്രിയപ്പെട്ട പട്ടാളക്കാരൻ അവരോട് അവരെ ചേസ് ചെയ്യേണ്ട എന്നും പറയുന്നു. ഒരുപാട് ആകുലതയോടെ രാജാവിൻ്റെ സഹോദരൻ അവൻ്റെ സ്ഥലത്തെത്തിയപ്പോഴേക്കും അവിടെ ലിയു രാജ്ഞി ഉണ്ടായിരുന്നു. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ രാജാവിൻ്റെ സഹോദരൻ നുണ പറയുകയാണ്. കൊലയാളികൾ രാജകൊട്ടാരത്തിൽ കയറിക്കൂടി എന്ന് കേട്ടു. അവരെ തടയുന്നതിന് വേണ്ടിയാണ് താൻ അങ്ങോട്ട് വന്നതെന്നാണ് രാജാവിൻ്റെ സഹോദരൻ അപ്പോൾ പറയുന്നത്. ശേഷം ഒരുപാട് വിഷമം അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ലിയു രാജ്ഞിയും അപ്പോൾ തകർത്ത് അഭിനയിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ടൊന്നും പറ്റിയില്ല. പിന്നെ ആ വെള്ള അമിട്ടില്ലേ, അത് ഞാനാണ് പൊട്ടിച്ചത്. നിങ്ങളെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ വെള്ള അമിട്ട് തന്നെ പൊട്ടിച്ചത്. വെള്ള തോൽവിയെ സൂചിപ്പിക്കുന്നതാണ്. ഞാൻ പൊട്ടിച്ചത് കറക്റ്റ് ആയിരുന്നില്ലേ? അപ്പോൾ വേറെ നിവൃത്തിയില്ലാതെ അയാൾക്ക് എല്ലാം സമ്മതിക്കേണ്ടി വന്നു. ഇന്ന് ഞാൻ നടത്തിയത് ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇങ്ങനെയൊക്കെ നടക്കണമെന്നത് ദൈവനിശ്ചയമായിരിക്കാം. എനിക്ക് അവകാശപ്പെട്ട കിരീടം ആദ്യം എന്നിൽ നിന്ന് എടുത്ത് എൻ്റെ സഹോദരന് കൊടുത്തു. ബാഹുബലിയിൽ പറയുന്നത് പോലെ തന്നെ അധികാരത്തിൻ്റെ സൂചകമായ എൻ്റെ ഫാദറിൻ്റെ ഈ വാള്
മാത്രം എനിക്ക് കിട്ടി. പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ലിയു രാജ്ഞി പറയുകയാണ്, നീ മാത്രമല്ല ഞാനും ഇന്ന് ഒരു ഗ്യാംബ്ലിങ് നടത്തുകയായിരുന്നു. പക്ഷേ അത് നമ്മുടെ ഫാമിലിയുടെ ഡിഗ്നിറ്റിക്ക് അനുസരിച്ചാണെന്ന് മാത്രം. നമുക്കെല്ലാവർക്കും അറിയാം, അടുത്ത രാജാവാകേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ആരുമല്ല, എൻ്റെ ഫാദറാണ്. ഫാദറിൻ്റെ ആഗ്രഹം സൂചിപ്പിക്കുന്ന രാജശാസനം ഞാൻ വായിച്ചു കഴിഞ്ഞു. അതിൽ ആരുടെ പേരാണെന്ന് നാളെ മനസ്സിലാകും. അതുവരെയും അങ്കിൾ കാത്തിരിക്കണം. എന്നാൽ രാജാവിൻ്റെ സഹോദരൻ അത് മനസ്സിലായിരുന്നു. അത് ലിയു രാജ്ഞിയുടെ വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു മൂവ് ആണെന്ന്. അതിനുശേഷം കുറച്ച് പട്ടാളക്കാരെ അവിടെ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, കുറച്ച് ദിവസം അങ്കിൾ കൊട്ടാരത്തിൽ തന്നെ കഴിഞ്ഞാൽ മതി. ചുരുക്കി പറഞ്ഞാൽ രാജാവിൻ്റെ സഹോദരനെ വീട്ടുതടങ്കിലാക്കി ഫാദറിന് വേണ്ടിയുള്ള വിലാപ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് പറയുന്നത്. ലിയു രാജ്ഞി അതിനുശേഷം എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് പറയുകയാണ്, ഇന്ന് നടന്ന കാര്യങ്ങൾ ഒരു കുഞ്ഞു പോലും പുറത്തറിയരുത്. റൂമേഴ്സ് പരക്കാനിടയാകരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ വെച്ച് തന്നെ മരിക്കും. ഇതോടെ ഇന്നത്തെ വീഡിയോയും കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണുന്നതുവരെയും കാത്തിരിക്കുക. ഗുഡ് ബൈ.